ഹലോ ഗൈസ്, അപ്പോൾ എന്താണ് ഇത്ര തിരക്കെന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ജെൻസസിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ സാധാരണ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ഒക്കെ കൺക്ലൂഡ് ചെയ്യുന്നത് DJ പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ സുവോളജിക്കാർ വെറൈറ്റി പിടിച്ചു. അവർ പെറ്റ് ഷോ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇതുപോലെ കുറേ ബേർഡ്സും ഇഗ്വാനയും സ്പൈഡറും എന്തിനേറെ പറയണം, സ്നേക്ക് വരെ ഉണ്ടായിരുന്നു. പാവം മിസ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, പേടിയുണ്ടെന്നേ പറയില്ല അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇതുപോലെ കുറേ പേര് പാമ്പിനെ വളർത്തുന്നതും പാമ്പിനെ എടുക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. മാത്രമല്ല, ഇതിനെ പിടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും ഉള്ളിലൊരു പേടി കാരണം ആദ്യമൊക്കെ ഞാൻ മടിച്ചു തന്നു. എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്നതിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പേടിയുണ്ടെന്ന് വെച്ചാലും പലപ്പോഴും ഞാൻ അതെല്ലാം അതിജീവിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ നടത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും എനിക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് പിടിക്കണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം ഒത്തിരി പേടിച്ച് അതിനെ കയ്യിലെടുത്തു. ഗൈസ്, തോളത്തൊന്നും ഇടാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല, പക്ഷേ ഞാൻ കയ്യിലെടുത്തു എല്ലാ ഐറ്റംസും. സ്പൈഡറിനെ മാത്രം എടുത്തില്ല എന്ന് തോന്നുന്നു. ഇഗ്വാനേനെ ഞാൻ തൊട്ടതേ ഉള്ളൂ, കാരണം അതിന് നല്ല വെയിറ്റാണ്, എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങൂല. അതുകൊണ്ട് മാത്രം ഞാൻ അതിനെ തൊട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നു. കാണുന്നത് പോലെ അല്ലെന്നേ, നമ്മൾ വെയിറ്റ് ഇല്ലാന്ന് വിചാരിക്കുന്ന പല സാധനത്തിനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് മോമോസും അതുപോലെ തന്നെ ഫ്രൈസും പിന്നെ ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഞാൻ അങ്ങ് സെറ്റാക്കി. പിന്നെ വൈകുന്നേരം നമ്മുടെ ജേവയിലെ സീനിയേഴ്സിന് ഫെയർവെൽ ആയിരുന്നു. അപ്പോൾ അതിന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ അതിന് വന്നേക്കുവാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ സമാധാനത്തിൽ പോകുവിൻ എന്നായിരുന്നു നമ്മുടെ ഫെയർവെല്ലിൻ്റെ പേര് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ സീനിയേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഗെയിം, അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അങ്ങനെ ഒരു അടിപൊളി പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സീനിയേഴ്സിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങളങ്ങ് കൊടുത്തായിരുന്നു. ഇത് പിന്നെ നമ്മുടെ സീനിയേഴ്സിനെ കൊണ്ട് ചെറുതായിട്ടൊരു ആക്ഷൻ സോങ് കളിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.